ഓക്കെ സർ. ഓക്കെ, 2 lakhs പ്രോജക്റ്റ്. കൺഫേം ചെയ്തു സർ. ഓക്കെ, താങ്ക് യു. എന്താ ഇത്? തെറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നോ ടെൻഷൻ, കൂൾ ഡൗൺ, റിലാക്സ് പ്ലീസ്. കം ഓൺ. കൈ ഇങ്ങനെ മൗസിന്റെ മേലെ വച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, കം ഓൺ. അങ്ങനെ തന്നെ. ഓക്കെ, സ്മൂത്ത് ആയിട്ട്. ഓക്കെ, നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, കം ഓൺ. അങ്ങനെ തന്നെ. എന്താണ് ചക്കര എഴുന്നേറ്റത്? എന്റെ ഓപ്പറേഷൻ ഇഷ്ടപ്പെട്ടില്ലേ? അത് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? പെൺകുട്ടികളോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ദേഷ്യവും അവരുടെ അഹങ്കാരവും. ഞാൻ ചോദിച്ച ഉടൻ തന്നെ നീ ഓക്കെ പറഞ്ഞതെങ്കിലേ അതിനകത്തൊരു കിക്ക് ഉണ്ടാവില്ല. ഞാൻ കേൾക്കുമ്പോൾ നീ വേണ്ടാന്ന് പറയും, പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്താലേ ഒരു കിക്ക് ഉണ്ടാവുള്ളൂ മോളെ. എങ്കിലല്ലേ ഇതിനകത്തൊരു ത്രില്ലിംഗ് ഒക്കെ ഉള്ളൂ. എന്തിനാണ് നീ ചുമ്മാ ജാട കാണിക്കുന്നത്? ചേച്ചി, ഞാൻ ഉമ്മയെ സംസാരിക്കുന്നത്. ഈ MD എന്നോട് തെറ്റായി പെരുമാറുന്നു. പ്ലീസ് ചേച്ചി, ഒന്ന് പെട്ടെന്ന് വാ. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു സംഭവം തന്നെയാടി. എനിക്കെപ്പോഴും പുതിയതായിട്ടുള്ള നിന്നെ പോലത്തെ ഫ്രഷിനോടാ വല്ലാത്ത കമ്പം. ദാറ്റ്സ് ഓൾ. പ്രേമിച്ചവന്റെ കൂടെ നീ വീട് വിട്ട് ഇറങ്ങി വന്നവളല്ലേ, പിന്നെ എന്തിനാടി നിനക്ക് ഇത്രക്ക് ജാട? ചക്കാത്തിനൊന്നും വേണ്ട, ഞാൻ നിനക്ക് കൈ നിറയെ കാശ് തരാം. വാ ഇങ്ങോട്ട്. ബലം പിടിക്കാതെ ഒന്ന് സഹകരിച്ചാ അത് നിനക്കും കൊള്ളാം, എനിക്കും കൊള്ളാം. എന്താടി, എന്താ പ്രശ്നം? വാട്ട് ഈസ് യുവർ റേറ്റ്? നിന്റെ വില എന്താന്ന് പറ. കം ഓൺ. നിക്കാന്ന് പറഞ്ഞ. ഇനിമേ നീ ജോലിക്ക് പോണ്ട. ആ റാസ്കൽ അന്ന് നോക്കിയ നോട്ടമേ ശരിയല്ലായിരുന്നു. നിനക്ക് മാത്രം ജോലി എന്നപ്പോ എനിക്ക് തോന്നിയതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഓക്കെ, നീ അത് തന്നെ ഓർത്ത് ഫീൽ ചെയ്യണ്ട. നാളെ ഞാൻ ജോലിക്ക് പോവാം. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. കമ്പ്യൂട്ടർ പ്രോഡക്ട്സ് വീടാന്തരം കൊണ്ടുനടന്ന് വിൽക്കണം. നമ്മൾ എത്രയും കൂടുതൽ വിൽക്കുന്നു അതിനനുസരിച്ച് കമ്മീഷൻ, സാലറി എക്സെട്ര. ജീവിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഹലോ, നിന്നോട് തന്നെ ഞാൻ പറയുന്നേ. അതൊക്കെ വീണ്ടും ഓർത്തോണ്ടിരുന്ന എന്താ പ്രയോജനം? സങ്കടം വരും, വിഷമം വരും, വേദന വരും, സന്തോഷം വരും, ചിരിക്കും, ഉല്ലസിക്കും, എല്ലാം വരും. അതാണ് മനസ്സ് നമ്മൾ പറയുന്നത് പോലെ കേൾക്കണം, അല്ലാതെ മനസ്സ് പറയും പോലെ നമ്മൾ കേൾക്കരുത്. ആദ്യം മനസ്സ് റിലാക്സ് ആക്കി ഉറങ്ങാൻ നോക്ക്. രാവിലെ എണീക്കുമ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് പറഞ്ഞ് എഴുന്നേക്ക്. നീ ഉറങ്ങിക്കോ, ഞാൻ ഉറങ്ങാൻ സമയമെടുക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്.